ഹലോ ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ഞാൻ. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേക്കണം എന്ന് വിചാരിച്ച് കിടന്നിട്ട് വളരെ വളരെ ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേറ്റുണ്ടായിരുന്നത്. സാധാരണ ദിവസം ഉദയേട്ടനും ഓഫീസിൽ പോകണ കാരണം കൊണ്ടിട്ട് കുറച്ചെങ്കിലും നേരത്തെ എഴുന്നേക്കാൻ പറ്റാറുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ കെട്ടിയവനും ഓഫീസിൽ പോകണ്ടാത്തത് കൊണ്ടിട്ടും ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേറ്റുണ്ടായിരുന്നത്. അപ്പോൾ എഴുന്നേറ്റ ഉടനെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് വേഗം തന്നെ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ട് വെക്കുകയാണോ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ അതായത് ഫുഡ് എടുക്കാൻ അതായത് വേസ്റ്റ് എടുക്കാൻ വരുന്ന ആരെങ്കിലുമൊക്കെ വന്നിട്ട് അത് കളക്ട് ചെയ്തിട്ട് പോകും. കുറേ പേരുണ്ട് കേട്ടോ, ഇന്ന് വരുന്നവരായിരിക്കില്ല നാളെ വരുന്നത്, അതുകൊണ്ടിട്ട് മാറി മാറി ഇങ്ങനെ ഓരോരുത്തർ വരും കേട്ടോ. അപ്പോൾ അതാദ്യം തന്നെ ഞാൻ കൊണ്ടുവച്ചു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെയും ഇന്നത്തെയും കൂടിയിട്ടുള്ള ഡ്രസ്സെല്ലാം കൂടെ ഇന്നാണ് വാഷ് ചെയ്യാനിടുന്നത്. കാരണം നമ്മൾ മേലെ തുണി വിരിക്കാൻ വേണ്ടി പോകുമ്പോൾ ചില സമയം ഒരഴ പോലും കിട്ടത്തില്ല കേട്ടോ നമുക്ക് വിരിക്കാൻ വേണ്ടിയിട്ട്, അത്രയും തുണികൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഈ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് കയറുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എന്താ പറയുക, തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ തുണി വിരിക്കാൻ മേലോട്ട് പോകുന്നുണ്ട്. മേലോട്ട് ഫോൺ കൊണ്ടുപോകാഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോൺ സ്റ്റാൻഡ് ചെയ്ത് വെക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടിട്ടാണ് ഫോൺ കൊണ്ടുപോകാതിരുന്നത് കേട്ടോ. പിന്നെ തിരിച്ച് വന്ന് നമ്മുടെ പാത്രങ്ങളെല്ലാം ബാക്കി ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കായിരുന്നു കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദോശമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉഴുന്നും അരിയും വെച്ചിട്ടുള്ള ദോശമാവല്ല, അല്ലാതെ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പി വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ കൊടുക്കാം. എന്നാലും ചെറുതായിട്ട് ഞാൻ പറയാം. നമ്മുടെ കുറച്ച് പയർ വർഗ്ഗങ്ങളൊക്കെ ഇട്ടിട്ട്, അതായത് പയർ, പരിപ്പ്, കടല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മിക്സ് ചെയ്ത് ഇട്ടിട്ടാണ് ഈ ഒരു മാവ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് വേണം എന്നാണെങ്കിൽ പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം, ക്യാരറ്റ് അതുപോലെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതിൽ വേറെ പച്ചക്കറികളൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ മല്ലിയില മാത്രം ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിനെക്കാട്ടി മുന്നേ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് മിക്സ് ചെയ്തായിട്ടാണെങ്കിലും വെക്കാം കേട്ടോ. പിന്നെ അപ്പോൾ ദോശ അവിടെ ആവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചോറ് വെക്കാനുള്ളതും, കാരണം ഇന്ന് ഞാനും ഉദയേട്ടനും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള അരി എടുത്ത് കഴുകി കുക്കറിൽ ഇടുന്നുണ്ട്. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. അതോടൊപ്പം തന്നെ ക്യാബേജും ക്യാരറ്റും കൂടെ തോരൻ വെക്കാമല്ലോ എന്നോർത്തിട്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് അരിഞ്ഞെടുക്കുന്നുണ്ട്. സാധാരണ ഉദയേട്ടൻ ഓഫീസിൽ പോണ ദിവസം നമ്മൾ എന്താ ചെയ്യുക, നൈറ്റാണ് ഇതെല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാറ്. പക്ഷെ ആളിന്ന് വീട്ടിലുള്ളത് കൊണ്ടിട്ട് ഇപ്പോഴാണ് കേട്ടോ, രാവിലെയാണ് ഇതെല്ലാം ചെയ്യണേ. അതുമല്ല വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കുമല്ലോ ഫുഡ് കഴിക്കണേ. അതുകൊണ്ട് ഇപ്പം ചെയ്താൽ മതി എന്നോർത്തിട്ടാണ് നൈറ്റൊന്നും കട്ട് ചെയ്ത് വെക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഉദയേട്ടൻ രാവിലെ തന്നെ എഴുന്നേക്കാൻ ലേറ്റായെങ്കിലും പിന്നെ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു കേട്ടോ ആൾ. കാരണം വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കൂടെ കറക്റ്റ് ടൈമിന് ജോലിക്ക് കയറണമല്ലോ എന്ന് ഓർത്തിട്ട് വേഗം തന്നെ കുളിക്കാൻ കയറി. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ബെഡൊക്കെ ഒന്ന് വന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ശരിയാക്കി ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി നമ്മുടെ കുക്കർ അവിടെ ഇരുന്ന് വിസിലടിക്കുന്നുണ്ട്. ചോറ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ കുക്കർ വെക്കാറുണ്ട് കേട്ടോ, അടച്ച് തന്നെ വെക്കാറുണ്ട്. നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം കലത്തിലോട്ട് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയല്ലോ എന്നോർത്തിട്ട് അങ്ങനെ ഞാൻ ബെഡൊക്കെ വന്ന് വൃത്തിയാക്കി. അപ്പോൾ നെക്സ്റ്റത്തെ പരിപാടി എന്ന് പറയുന്നത് എനിക്കിനി കുളിക്കണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കിയതിന് സൈഡായിട്ട് നമുക്ക് ഈ പറഞ്ഞ കണക്ക് ചമ്മന്തിയോ അല്ലെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട. കാരണം നമ്മൾ ആ ഒരു ദോശമാവിൻ്റെ കൂടെ കടലപ്പരിപ്പൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഈ കടലപ്പരിപ്പൊക്കെ കടിക്കാൻ കിട്ടും. അതൊരു നല്ല ഒരു എന്താ പറയുക, ഒരു ക്രഞ്ചി ആയിട്ടിരിക്കുന്ന ഒരു ക്രഞ്ചി ആൻഡ് ക്രിസ്പി ദോശയാണ് കേട്ടോ. അപ്പോൾ കഴിക്കാനാണെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റാണ്. ചായ കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചുമ്മാ കഴിക്കാനാണെങ്കിലും ഒരു 4 മണി പലഹാരം പോലെയൊക്കെ ആക്കി എടുക്കാനും പറ്റുന്ന ഒരു ദോശയാണ് കേട്ടോ ഇത്.
അങ്ങനെ ഞാൻ കയറി കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണൊക്കെ എഴുതി കണ്ണൊന്നും എഴുതിയില്ല കേട്ടോ, ചെറിയൊരു പൊട്ടൊക്കെ വെച്ചിട്ട് ഒന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് റെഡി ആയിട്ട് വരുമായിരുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്യാബേജ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കണം. പിന്നെ രണ്ടുപേരെയും കുളി കഴിഞ്ഞു, ഇതുവരെയും കഴിച്ചിട്ടില്ല, അപ്പോൾ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് വാരിപ്പറക്കി കെട്ടി വെക്കുന്നുണ്ട് ഞാൻ. വീട്ടിലിരിക്കുമ്പോൾ ചുമ്മാ ഇതുപോലെ ഇങ്ങനെ കെട്ടി വെക്കലാണ്ട്. മുടി അങ്ങനെ സാധാരണ അഴിച്ചിടലില്ല, എങ്ങനെ വന്നാലും എന്തെങ്കിലും ക്ലിപ്പൊക്കെ ഇട്ട് കെട്ടി വെക്കലാണ് കേട്ടോ പതിവ്. കാരണം ഇവിടുത്തെ വെള്ളമായതുകൊണ്ടിട്ട് തന്നെ തല കുളിക്കുമ്പോൾ നല്ല പോലെ മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീക്ക്ലി 2 times ആണ് ഇപ്പോൾ നമ്മൾ മുടി നനയ്ക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ഞാനും ഉദയേട്ടനും കൂടെ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഇന്ന് കട്ടൻ ചായയും ഈ പറഞ്ഞ ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചില സമയം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോൺ ഇടയ്ക്കാണ് കേട്ടോ ക്യാമറ ഓൺ ചെയ്ത് വെക്കുന്ന കാര്യം തന്നെ ഓർക്കുന്നത്. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നേരെ ഫോൺ എടുത്തിട്ട് അടുക്കളയിലോട്ടാണ് കേട്ടോ പോയത്. നമ്മുടെ ക്യാബേജും ക്യാരറ്റും തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ചിരകി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തോരൻ വെച്ച് കഴിഞ്ഞിട്ട് വേറൊരു മോര് കറിയും കൂടി ഉണ്ടാക്കാമല്ലോ എന്നുള്ള പ്ലാൻ ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പോൾ തൈര് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മോര് കറിയും കൂടി ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ സൈഡിൽ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ ചെറിയൊരു ചട്ടി, അതായത് നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചതാണ്. മോര് കറിയൊക്കെ വെച്ച് വെക്കുവാണെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ മാക്സിമം ഇരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഒരു ചട്ടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് കേട്ടോ ഇപ്പോൾ മോര് കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് പിന്നെ ഉച്ചലത്തെ ഫുഡ് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഉച്ചലത്തെ ഫുഡ് എന്ന് പറയുന്നത് ചോറും ഇതുപോലെ ക്യാബേജ് തോരനും പിന്നെ ചിക്കൻ റോസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ മോര് കറിയും കുറച്ച് അച്ചാറും കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു പിടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് പിടിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ഇന്നത്തെ. അപ്പോൾ അതൊക്കെ ഞാനും ഉദയേട്ടനും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഉദയേട്ടൻ്റെ ഓഫീസിലെ കാര്യം, അതുപോലെ ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയിലും ഫോൺ നമ്മുടെ ഫോക്കസ് ചെയ്യാൻ മറന്നിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് പോയി ഫോണൊക്കെ ഒന്ന് നേരെ സെറ്റാക്കി വെച്ചിട്ടാണ് ഫുഡ് കഴിക്കാനിരുന്നത്. അങ്ങനെ നമ്മുടെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ കുറേയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഡെയിലി ഞാൻ തനിച്ചായിരിക്കും. ഉദയേട്ടൻ ഓഫീസിൽ പോവാത്ത ദിവസമായിരിക്കും കുറച്ച് ഫ്രീ ആയിട്ട്, അതായത് ആരെങ്കിലുമൊക്കെ വർത്തമാനം പറയാനും ഉണ്ടാകുമല്ലോ. കൂടെ ഒരാൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് ലേസി ആയിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ തനിച്ചാണെങ്കിൽ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ എല്ലാ പരിപാടികളും, അതായത് അടുക്കളയിലുള്ള എല്ലാ പരിപാടികളും രാവിലെ തന്നെ തീർക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഇരിക്കലാണ് പരിപാടി. ഇന്നിപ്പോൾ ഉദയേട്ടൻ ഉള്ളത് കാരണം കൊണ്ട് പതിയെയാണ് എല്ലാം ചെയ്തത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് നമ്മുടെ വരാന്തയിൽ കൂടെ നടക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉദയേട്ടനൊന്ന് പുറത്തോട്ട് പോയി. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി. ഒരു 4 മണി 4:30 ആയപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് പിന്നെ വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ച് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.